ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. 4 മണിക്ക് കുട്ടികൾക്ക് ചായക്കൊപ്പോ അല്ലെങ്കിൽ പാലിനൊപ്പോ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ വെക്കേഷൻ ടൈം പിള്ളേർക്ക് ദിവസം ഓരോ ചേഞ്ച് ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും നിങ്ങൾ പരീക്ഷിക്കണം. വളരെ സ്വാദുള്ള സ്നാക്കാണ്. അതിനാവശ്യമുള്ളതാണ് നമുക്ക് ശർക്കര. ഞാൻ 2 അച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, പാല്, പിന്നെ ഇത് സോഡാക്കാരം, അപ്പക്കാരമാണ് അതിലുള്ളത്. ഇതാ ഉപ്പ്, പിന്നെ ഉള്ളതാണ് അണ്ടിപ്പരിപ്പ്, അതൊക്കെ ആവശ്യമാണ് കേട്ടോ. പൊടി ഞാൻ ഇടുന്നു ശർക്കര ഉള്ളത് കുറച്ച് ഒരു 2-3 അച്ച് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. അതിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നത്. കുറച്ച് ഒരു മെഷർമെൻറ്റ് നോക്കണ്ട, കുറച്ചേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഏകദേശം ആരും ഇവിടെ കഴിക്കാൻ കാര്യമുണ്ട്. കുറച്ച് മതി. തേങ്ങ ഇട്ടു കേട്ടോ. കുറച്ച് തേങ്ങ നല്ലോണം ഇട്ടുള്ളൂ, അപ്പോൾ അതിന് ടേസ്റ്റ് കൂടും. മനസ്സിലായോ? തേങ്ങ, കുറച്ച് പാല്. വളരെ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നുള്ള് സോഡാക്കാരം ഇതിനെ സോഫ്റ്റ് ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളിടുള്ളൂ. അതുകൊണ്ട് ഒട്ടും അപകടമില്ല കേട്ടോ. ഇളക്കിയിട്ട് അതിൽ നമുക്ക് ആയിരം വേണമെങ്കിൽ ഇനി ഇടാം. ഇത് നട്ട്സ് ബദാമുണ്ട്, ബദാം അരിഞ്ഞിട്ട് ഇടാം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അതൊക്കെ ഇടാം. അതിന് യാതൊരു കുഴപ്പമില്ല. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറേശ്ശെ ആയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുള്ളൂ. അത് കാരണം കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇത് നോക്കിക്കോളൂ. ഇത് നമ്മൾ കുറേശ്ശെ ഇതിലിടാം. ചെറിയ ഉണ്ടകളായിട്ട് ചേർക്കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയിലേ ഉണ്ടാക്കുന്നുള്ളൂ. എണ്ണ കൂടുതൽ വേസ്റ്റ് ആക്കണ്ടാതിയാണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതിൽ നട്ട്സ് ഉണ്ട്, പാലുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ശർക്കരയ്ക്ക് തയ്യാറായത് ഉണ്ണിയപ്പമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വേണ്ട, ഒന്നും വേണ്ട. നാളികേരും ഗോതമ്പ് പൊടി ചേർത്ത് അതിൽ പൊട്ടിച്ചിടുക വേണ്ടു. വളരെ ഈസി. അതിൽ നട്ട്സ് ഉണ്ട്, തേങ്ങയുണ്ട്, ഏലക്കായപ്പൊടിയുണ്ട്, ശർക്കരയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്. വേറെ ഒന്നും ചേർക്കണ്ട. ഒരു നുള്ളു സോഡാക്കാരം കിട്ടുക വളരെ നന്നായിട്ട് കിട്ടും. അതൊന്ന് നോക്കൂ ട്രയൽ. വളരെ ഈസിയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമൊന്നും ആവശ്യമില്ല. അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.